Good evening. Good evening, ma'am. Good evening. Good evening. Good evening. Okay. Good evening, all of you. Good evening, ma'am. Good evening, ma'am. Good evening. കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടുമൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുബീന ഭാവന ഒന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നോ നിങ്ങള്? കേട്ടോ ഞാൻ പറഞ്ഞത്? ഉണ്ടായിരുന്നില്ല മാം, ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ. നിസിയ ഉണ്ടായിരുന്നു എന്നല്ലേ? നിസിയ ഉണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഏതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്ന 2 വർക്കുകള്? ഒരെണ്ണം ഇന്റേണൽ വൊക്കാബുലറിയിൽ വരുന്ന വേർഡ്സ് എഴുതുക. പിന്നെ ഒരെണ്ണം നമ്മള് പ്രൊണൗൺസിയേഷൻ, നമ്മൾ പറയണതല്ല പ്രൊണൗൺസിയേഷൻ തന്നെ. അങ്ങനത്തെ വേർഡ്സ് 10 ഉണ്ട്. ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ കേട്ടോ, ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പ്രൊണൗൺസിയേഷന്റെ ആസ്മാന്ന് നമ്മൾ പറയും. കറക്റ്റ് ആയിട്ട് വന്നത് ആസ്മ, അങ്ങനെ തന്നെ. പിന്നെ പിസ്സ, പീറ്റ്സ, വാട്ടർ, വാട്ട, ബോട്ട, ക്യാമറ, ക്യാമറ, ബർഗർ, ബർഗർ, റെസ്റ്റോറന്റ്, റെസ്റ്റോറന്റ്, ടുമോറോ, ടുമോറോ, ഐലാൻഡ്, ഐലൻഡ്, പിന്നെ ബഫെ, ബഫറ്റ്. അത്രേ ഉള്ളൂ. ഇന്റേണൽ വൊക്കാബുലറി എന്ന് വരുന്നതോ, അത് എഴുതിയിട്ടുണ്ടോ? അത് 5 എഴുതിയിട്ടുള്ളൂ. ഒരെണ്ണം ബട്ടർഫ്ലൈ, എയറോപ്ലെയിൻ, എലിഫന്റ്, ഹെലികോപ്റ്റർ, മൊബൈൽ ഫോൺ. ഓക്കെ. മറ്റുള്ളവരൊക്കെ കേട്ടോ? പറയുന്നത് കേട്ടായിരുന്നോ നിസിയ? യെസ് മാം. നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ. ഇനി ആരാണ് ചെയ്തിട്ടുള്ള? ഇനി ആരും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ. വളരെ കുറച്ചു പേരുള്ളല്ലോ. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണോ? ഇപ്പൊ അങ്ങനെയാണ്, ആരും കയറിയില്ല. ആരും കയറുന്നില്ല അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ എക്സ്പ്ലോഷൻ ഓഫ് റൈറ്റിംഗ് ആണ് കേട്ടോ. അതൊന്ന് വായിക്കുക, ജസ്റ്റ് ഒന്ന് വായിക്കുക. മരിയ മോണ്ടിസോറിയുടെ മെത്തേഡാണ് ഇതിനകത്ത് പറയുന്നത്. കുട്ടികളെ അവരെങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. മനസ്സിലാക്കി വെക്കുക, ഒന്ന് വായിക്കുക.
വായിച്ചു കഴിഞ്ഞോ? മോണ്ടിസോറി വേർഡ്സ് വരെ വായിച്ചാൽ മതി കേട്ടോ. മോണ്ടിസോറി വേർഡ്സ് മൊത്തം വായിക്കണ്ട. മുബീന, മനസ്സിലായ കാര്യമൊന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ മാം. എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലായത് കുട്ടികളുടെ റൈറ്റിംഗ് സ്കില്ലിനെ കുറിച്ച് പറയുന്ന ഇപ്പൊ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഴുതാൻ അത്രയും അറിയില്ലല്ലോ. മോണ്ടിസോറിയുടെ ഇപ്പോ സ്കൂളുകളിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്, കുട്ടികൾക്ക് എഴുതാനുള്ള അത്ര ഇതല്ല, ഫ്ലുവൻ്റ് അല്ല എന്നുള്ളത്. അവർക്ക് ശരിക്ക് റൈറ്റിംഗ് സ്കിൽ കുറവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മരിയ മോണ്ടിസോറി കണ്ടുപിടിച്ചതാണ് പേപ്പേഴ്സിൽ ആൽഫബറ്റ്സ് എഴുതിയിട്ട് സാൻഡ് പേപ്പറിൽ ആൽഫബറ്റ്സ് എഴുതിയിട്ട് അത് കാർഡ്ബോർഡിൽ പേസ്റ്റ് ചെയ്ത് കുട്ടികളെയും കൊണ്ട് അതിങ്ങനെ ഫിംഗറിൽ ഇപ്പൊ റൈറ്റ് ഹാൻഡില് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് അത് ഇങ്ങനെ അത് അവർക്ക് ടച്ച് ചെയ്ത് മനസ്സിലാക്കാന്. അപ്പം അങ്ങനെ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിലാണ് ഒരു കുട്ടി പറഞ്ഞു
Sophia Montessori here going around saying to himself to make Sophia you need SOFIA ആ ലെറ്റേഴ്സ് അതാണെന്ന് അവര് പറഞ്ഞു. ആ ലെറ്റേഴ്സ് ആണ് അവരുടെ സ്പെല്ലിങ്സ് വരുന്നത് നെയിമില്. അങ്ങനെയാണ് മനസ്സിലായത്. മനസ്സിലായത് അങ്ങനെയാണ് അല്ലേ? ഓക്കെ ഓക്കെ, ശരിയാണ് പറഞ്ഞത് കേട്ടോ. അതായത് ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ അടുത്ത് ഒരു കൂട്ടം പാരന്റ്സ് എന്ത് ചെയ്തു, അവരുടെ കുട്ടികളെ കൊണ്ടുവന്നാക്കി അവരുടെ മെത്തേഡില് ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കുട്ടികൾ എന്ന് പറയുന്നത് പോരായ്മകളുള്ള കുട്ടികളാണ്. അതാണ് അവിടെ പറയുന്നത്, ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കുട്ടികളെയാണ് കൊണ്ടുവന്നാക്കിയത്. സാധാ കുട്ടികളെല്ലാം കുറച്ച് കുറവുകളും അതുപോലെ പോരായ്മകളും ഒക്കെ ഉള്ള കുട്ടികളാണ് കൊണ്ടുവന്നാക്കിയത്. അങ്ങനെ കൊണ്ടുവന്നാക്കിയപ്പോൾ അവരെ എഴുത്ത് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കിൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മരിയ മോണ്ടിസോറി കൊണ്ടുവന്ന ഒരു മെത്തേഡാണിത്. ആ മെത്തേഡിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു പാരാഗ്രാഫിൽ മൊത്തത്തിൽ നമ്മൾ വായിച്ചാൽ ഓവറോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, കുട്ടികളുടെ റീഡിങ് ആൻഡ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, അതായത് തീരെ ചെറിയ കുട്ടികൾ, 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെയാണ് കാര്യം ഇവിടെ പറയുന്നത്. അവരുടെ ഇൻട്രസ്റ്റ്, അതായത് ഇങ്ങനെയുള്ള റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് എങ്ങനെയൊക്കെയാണ് മരിയ മോണ്ടിസോറി മെച്ചപ്പെടുത്തിയതെന്നാണ്, ഇംപ്രൂവ് ചെയ്യിപ്പിച്ചതെന്നാണ് ഈ ഒരു പാരാഗ്രാഫിൽ മൊത്തം പറയുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെഫിഷ്യന്റ് ആയിട്ടുള്ള, അതായത് പോരായ്മകളും കുറവുകളുള്ള കുട്ടികളെയാണ് അവർ തെരഞ്ഞെടുത്തത്. അവരെ വളർത്തിയെടുക്കണം, അവരുടെ റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കില്ലാണ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡോക്ടർ മരിയ മോണ്ടിസോറിയും അവരുടെ സഹായി, അവരുടെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവരും കൂടി എന്ത് ചെയ്തു, കാർഡ് ബോർഡ്സും സാൻഡ് പേപ്പറും വെച്ചിട്ട് ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, കുട്ടികളെ കൊണ്ട് അതിൽ ടച്ച് ചെയ്യിപ്പിച്ച് ഓരോ ലെറ്റർ അല്ല സൗണ്ടുകളാണ് കേട്ടോ കുട്ടികളെ പഠിപ്പിച്ചത്. അതായത് നമ്മൾ ലെറ്റർ കൊടുക്കുന്നു, പക്ഷെ കുട്ടികളെ കൊണ്ട് പ്രൊനൗൺസ് ചെയ്യിപ്പിച്ചത് സൗണ്ട്സ് ആക്കിയാണ്. ഓക്കെ, ഓരോ ലെറ്ററിന്റെയും സൗണ്ട്സ് ഉണ്ടല്ലോ, അതിനാണ് കൂടുതൽ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ എങ്ങനെയാണ് അവർ ചെയ്തത്, കാർഡ് ബോർഡിലും അതുപോലെ തന്നെ സാൻഡ് പേപ്പറിലും ഓരോ ലെറ്റർ എഴുതിയിട്ട് എന്ത് ചെയ്തു, കുട്ടികളെ അത് ടച്ച് ചെയ്യിപ്പിച്ചു. അപ്പൊ ടച്ച് ചെയ്യിപ്പിക്കുന്നതിലൂടെ എന്താണ്, കുട്ടി ആ ഒരു എന്താ പറയാ പ്രത്യേക ആ ഒരു ലെറ്റർ എഴുതാനായിട്ട് പഠിക്കുകയാണ്. അങ്ങനെ ടച്ച് ചെയ്യിപ്പിച്ചു. തുടരെ തുടരെ, അതായത് ഓരോ ദിവസം കഴിയും തോറും കുട്ടി ഇത് പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ പറയുന്നത്, അതിനകത്ത് ഒരു കുട്ടി, അപ്പൊ ഇവര് ഈ മരിയ മോണ്ടിസോറി കഴ്സീവ് രീതിയിലാണ് എന്ത് ചെയ്തത്, ഈ ലെറ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. അതിനകത്ത് ഒരു കുട്ടി എന്ത് ചെയ്തു, ഇവിടെ കൊടുത്തിട്ടുണ്ട് SOFIA ഈ ലെറ്റർ വെച്ചിട്ട്, അതായത് ഈ ലെറ്ററുകളിലൂടെ കൈ ഓടിച്ചിട്ട് എന്താക്കി, അത് സോഫിയ എന്നുള്ള വേർഡ് ആക്കി മാറ്റി എന്ന് പറയുന്നുണ്ട്. അതന്ന് അവരുടെ കൂടെ അവര് ട്രെയിനിങ് കൊടുത്തിരുന്ന കുട്ടികളിൽ ഒരാളാണ് ആ ഒരു കാര്യം ചെയ്തത്. ഓക്കെ, അപ്പോ അവർക്ക് അത് പെട്ടെന്ന്, അതായത് ഒരു കുട്ടി ഇതിനകത്ത് ഇങ്ങനെ പറയുന്നത് അവർ കേട്ടു. ഈ ലെറ്റേഴ്സ് കൊടുക്കുമ്പോൾ അത് കമ്പൈൻ ചെയ്ത് അത് വേർഡ്സ് ആക്കി മാറ്റാനുള്ള ഒരു കഴിവ് കുട്ടിക്ക് സാൻഡ് പേപ്പർ രീതിയിലൂടെയും അല്ലാതെ കാർഡ്ബോർഡ് രീതിയിലൂടെയും കുട്ടിക്ക് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറെ അധികം വേർഡ്സുകൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് സോഫിയ എന്ന് പറയുന്ന ഒരു വേർഡ്. അതുപോലെ തന്നെ പല ലെറ്ററും കൂടി കൂട്ടി വെച്ചിട്ട് അവർ പുതിയ പുതിയ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ മരിയ മോണ്ടിസോറി പറഞ്ഞ പ്രത്യേക കാര്യമാണ്, അതായത് അവര് ലെറ്റേഴ്സ്, അതായത് ഫിംഗർ ഓടിച്ചിട്ടാണ് അവര് ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ ലെറ്റർ അവർ പഠിച്ചത് അല്ലെ. ഫിംഗർ ഓടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ലെറ്ററിലൂടെ ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 വിരലുകളാണ് അവർ യൂസ് ചെയ്തത് കേട്ടോ. 2 വിരലുകൾ യൂസ് ചെയ്തിട്ടാണ് അവര് ഓരോ ലെറ്ററും ടച്ച് ചെയ്ത് പഠിച്ചതെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോ ആ ഒരു കാര്യമാണ്, അങ്ങനെയാണ് ആദ്യത്തെ ഒരു സ്റ്റേജ് വരുന്നത്. പിന്നീട് രണ്ടാമത്തെ ഒരു പാരാഗ്രാഫിൽ വരുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾ വായിച്ചായിരുന്നോ, അത് വായിച്ചിരുന്നോ, വായിച്ചോ? രണ്ടാമത്തെ 1 ഡിസംബർ ഡേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വായിച്ചായിരുന്നോ? ആ, ഒന്ന് വായിക്കാം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഒന്ന് വായിച്ചു നോക്കുക.
വായിച്ചു കഴിഞ്ഞവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ, ആരാണെങ്കിലും. മാം കുറച്ചും കൂടി ഒന്ന് സ്ക്രോൾ ചെയ്യോ മുകളിലേക്ക്? ഓക്കെ ഓക്കെ, ചെയ്യാം. മതിയോ? മതി. കഴിഞ്ഞു മാം. കഴിഞ്ഞോ? എന്താ ജ്യോതി മനസ്സിലായത്? മാം ഇതിൽ പറയുന്നത് മരിയ മോണ്ടിസോറി പറയണത് റീഡിങ്ങിനെക്കാട്ടിലും മുമ്പേ റൈറ്റിംഗ് ആണ് വരേണ്ടതെന്ന്. അപ്പോ റൈറ്റിംഗ് പ്രിസൈഡ്സ് റീഡിംഗ് ആണ്. അപ്പൊ നമ്മള് എങ്ങനെയാണ് റൈറ്റിംഗ്, നമ്മൾ ഒരിക്കലും ഒരു കുട്ടിയെ ഫോഴ്സ് ചെയ്യരുത് റൈറ്റിംഗിന് വേണ്ടിയിട്ട്.
അപ്പൊ അത് ജനറൽ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അപ്പോ അത് ഫസ്റ്റ് നമ്മൾ ഒരു സൈൻസും സിമ്പിൾസും സൗണ്ട്സും ഫോണിക്സ് ഫെനറ്റിക്സ് ആദ്യം അതൊക്കെയാണ് കുട്ടിയെ കൊണ്ട് നമ്മൾ ചെയ്യിക്കേണ്ടത്. ആദ്യം കുട്ടി സ്ക്രിബിൾ ചെയ്യും. സ്ക്രിബിൾ ചെയ്തിട്ട് ആദ്യം ഒരു ക്രയോണോ ചോക്കോ എന്തെങ്കിലും പിടിച്ച് ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രിബിൾ ചെയ്യാൻ സമ്മതിക്കുന്നത്. അപ്പോൾ കുട്ടി എന്താ തോന്നുന്ന വെച്ചാൽ അത് വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു സൈനും ആവും, പിന്നെ അതൊരു സിമ്പിൾ ആവും, പിന്നെ അതിന് നമ്മൾ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ സാൻഡ് പേപ്പറോ അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ട് കുട്ടിയെ കൊണ്ട് എ അ ബ ക ഡ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സൗണ്ട്സ് പഠിപ്പിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേർഡായിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കുട്ടി തന്നെത്താൻ പഠിക്കേണ്ടതാണ്. അപ്പൊ അതിൽ നമ്മളൊരു ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. നമ്മൾ ആ സൗണ്ട്സും സിമ്പിൾസും വേണ്ട മെറ്റീരിയൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് മോണ്ടിസോറി മെത്തേഡിൽ പറയുന്നത്. പിന്നെ നമ്മളാണെങ്കിൽ ശരിക്കും ഫസ്റ്റ് തന്നെ കുട്ടിയെ കൊണ്ട് CAT കാറ്റ്, BAT ബാറ്റ് അങ്ങനെ ഓരോന്ന് നമ്മൾ അങ്ങനെ മെമ്മറൈസ് ചെയ്യിക്കുകയാണ് ചെയ്യാറ്. സാധാരണ ഒരു റോട്ട് ലേണിംഗ് മെത്തഡാണ് അത്. അപ്പോ നമ്മൾ അങ്ങനെ മെമ്മറൈസ് ചെയ്തിട്ടാണ് ഡിക്റ്റേഷൻ വേർഡ്സ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ വരുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് കുട്ടി തന്നെത്താൻ പഠിക്കുകയാണ്, വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണ് ഒരു കുട്ടിയെ, ഒന്നും അറിയാത്ത ഒരു കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു ചിമ്നി വരയ്ക്കാൻ പറയും റൂഫിന്റെ മുകളിൽ. അപ്പൊ ആ കുട്ടി ആദ്യമായിട്ടാണ് വരയ്ക്കണതെന്ന് തോന്നുന്നു. അപ്പോ ഒരു ചിമ്നി വരച്ചിട്ട് അത് എഴുതാൻ തുടങ്ങി. അതെന്താ ഡെപിക്റ്റ് ചെയ്യുക, പിക്ചർ എന്താന്ന് ആ കുട്ടി എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് കുട്ടി തന്നെ എഴുതിയത് എന്നാണ് പറയുന്നത്. അത് ചിമ്നിയാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എഴുതി കാണിച്ചു. അപ്പൊ ആ കുട്ടിക്ക് തന്നെ അറിഞ്ഞില്ല ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും, കറക്റ്റായിട്ട് അത് എഴുതാൻ പറ്റി. അപ്പൊ ആ കുട്ടി ഭയങ്കരമായിട്ട് സന്തോഷം ഫീൽ ചെയ്തു. അപ്പൊ അത് കണ്ടിട്ട് മറ്റു കുട്ടികളും കൂടിയും ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ടീച്ചറിന്റെ നിന്ന് ആ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ കുട്ടികളും കൂടി ട്രൈ ചെയ്തു. അപ്പൊ അവർക്കും അതൊക്കെ കിട്ടി. അപ്പോ അതിന്ന് കുട്ടികൾ ദേ ഫൗണ്ട് ദ ജോയ് ആൻഡ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എവ്രിവെയർ. അപ്പോ എല്ലാവരും ഇങ്ങനെ അവരവർക്ക് എന്തൊക്കെ അറിയാം എഴുതാൻ പറ്റുക അതൊക്കെ എഴുതാൻ തുടങ്ങി. മേ ബി ഒരു പോണ്ട് എന്നൊരു വേർഡ് എഴുതണമെങ്കിൽ എന്തൊക്കെ ലെറ്റേഴ്സ് ആണ് വേണ്ടത്? പ, ഓ, ഡ. അപ്പൊ അങ്ങനെ അവരെന്നെ ക്രിയേറ്റ് ചെയ്ത് എഴുതിയതാണ്. അപ്പൊ ഇവിടെ ആരും കുട്ടിയെ നമ്മൾ ഇങ്ങനെ പറയുന്നില്ല ഫോണ്ട് സ്പെല്ലിംഗ് ഇതാണ് എന്ന് പറഞ്ഞിട്ട്. കുട്ടികൾ തന്നെത്താൻ ക്രിയേറ്റ് ചെയ്യാണ് വേർഡ്സ്. അതാണ് എക്സ്പ്ലോഷൻ ഓഫ് വേർഡ്സ്. അപ്പോ പിന്നെ അവർക്ക് ഇങ്ങനെ നിൽക്കുന്നില്ല. അത് വീട്ടിൽ പോയാലും ഇങ്ങനെ ബ്രെഡിന്റെ മുകളിലും ബ്രെഡ് ക്രസ്റ്റ് കട്ട് ചെയ്തിട്ട് അതുപോലെ എഴുതുക ആ ഷേപ്പില്. അപ്പോ അമ്മമാർക്ക് അത് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. എവിടെ നോക്കിയാലും അവരിങ്ങനെ എഴുത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോ അതാരും ഫോഴ്സ് ചെയ്യണതല്ല, അത് തന്നെത്താൻ വരുന്നതാണ്. അപ്പൊ അതാണ് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. ഇപ്പൊ ജ്യോതി പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. അതുപോലെ തന്നെയാണ്, അതായത് ഇവിടെ പറയുന്നുണ്ട്, ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, ഒരു എന്താ പറയാ, ഒരു ഡിസംബറിൽ ഒരു സണ്ണി ഡേയില് ഡോക്ടർ മരിയ മോണ്ടിസോറി കുട്ടികളെ കൊണ്ട് ടെറസിലോട്ട് പോയി. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു കുട്ടിയോട് ആവശ്യപ്പെടുകയാണ് ചിമ്നിയുടെ ഒരു എന്താ പറയാ അതൊരു ഡ്രോ ചെയ്യാനായിട്ട് പറയാണ്. പറയുമ്പോഴത് കുട്ടി അത് അനുസരിക്കുന്നുണ്ട് അതേപടി. അതിനുശേഷം കുട്ടി ആ ഒരു ഇതെന്താ ചെയ്യാണ്, അത് മനസ്സിലാക്കിയിട്ട് കുട്ടി ചില വേർഡുകൾ എഴുതുകയാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കുകയാണ്. അത് ചില വേർഡുകൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ഹാൻഡ് എന്ന് പറയുന്നത് ബ്രാക്കറ്റിൽ നാനോ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സ്പാനിഷ് ലാംഗ്വേജ് ആണ് കേട്ടോ. നാനോ എന്നാണ് പറയാ. അതുപോലെ തന്നെ ചിമ്നി, റൂഫ്, ഈ രണ്ട് വേർഡുകളും കുട്ടി എഴുതുന്നുണ്ട്. അതിന്റെ ഒന്ന് ക്യാമിന എന്ന് പറഞ്ഞ റൂഫ് എന്നാണ് മീനിങ് വരിക കേട്ടോ. ഓക്കെ, അത് സ്പാനിഷ് ലാംഗ്വേജിലാണ്. പിന്നെ ടീറ്റോ എന്ന് പറയുന്നുണ്ട്, അത് പോർച്ചുഗീസ് ആണ്. അപ്പോ ഇത്തരം വേർഡ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റൈറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. കുട്ടിക്ക് എഴുതാൻ കഴിയുമെന്ന് കുട്ടി ആ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, മനസ്സിലാക്കുകയാണ്. ഐ ക്യാൻ റൈറ്റ്,
എനിക്ക് എഴുതാൻ കഴിയും. അപ്പൊ എല്ലാവരും കുട്ടി എന്ത് ചെയ്തു, ഈ കുട്ടി ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ബാക്കി എല്ലാ കുട്ടികളും ഇതിനെ ഫോളോ ചെയ്തു. ആ കുട്ടികളും എഴുതാൻ ആരംഭിച്ചു പല പല വേർഡ്സ്. അതിപ്പോ അവിടെ കൊടുത്തിട്ടുണ്ട് മാമ, ഹാൻഡ്, ജോൺ ആൻഡ് ചിമ്നി എന്ന് പറയുന്ന ആ സൗണ്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി എഴുതാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ പറയാനായിട്ട് തുടങ്ങി. അതിനുശേഷം കുട്ടികള് വീട്ടിൽ ചെന്നിട്ട് അവരുടെ ഓരോ എന്താ പറയാ ഭിത്തിയിലും അതുപോലെ തന്നെ ജനലിന്റെ അടുത്തും ഡോർസിലും അതുപോലെ തന്നെ ഈവൻ ബ്രെഡിന്റെ അതിൽ പോലും എന്താണ് ഈ ഒരു വാക്കുകൾ എഴുതാനായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അപ്പൊ അമ്മമാർക്ക് ആ ഒരു ഇതുകൊണ്ട് അവരെന്ത് ചെയ്തു, എല്ലായിടത്തും വരച്ചൊക്കെ ഇടുകയാണല്ലോ കുട്ടികള്. അപ്പൊ അവർക്ക് പെൻസിലും കളർ പെൻസിലൊക്കെ കൊടുത്തിട്ട് അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ ഈ ഒരു രീതിക്കാണ് എന്ത് ചെയ്തത്, മോണ്ടിസോറി കുട്ടികളെ എന്താ പറയാ ലേൺ ചെയ്യിപ്പിച്ചത് അല്ലെങ്കിൽ പഠിപ്പിച്ചത്. ഇങ്ങനെയാണ് അവർ, അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് കുട്ടികള് അതിന്റെ ഓരോ സ്റ്റേജും കടന്നു വന്ന് ഈ ഒരു നിലയിലെത്തിയത്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിലൂടെ കടന്ന് പോയത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ അത് തന്നെയാണ് പറയുന്നത്. ഇനി അടുത്തൊരു പാരഗ്രാഫും അതുപോലെ തന്നെ ദ നാച്ചുറൽ വേ ഓഫ് റീഡിങ് ഒന്ന് വായിക്കുക കേട്ടോ, ഒന്ന് റീഡ് ചെയ്യാം. ഇൻ ജനറൽ തൊട്ടാണ് മാം. എന്താ? ഇൻ ജനറൽ തൊട്ടാണോന്ന്? അതെ അതെ, ഇൻ ജനറൽ തൊട്ട് വായിക്കുക കേട്ടോ. അവിടെ ബ്രസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. ബർസ്റ്റ് എന്നാണ് കേട്ടോ. BURST ആണ്, പൊട്ടിത്തെറിക്കുക. അതായത് എഴുതാനായിട്ട് വെപ്രാളം കൊള്ളുക എന്ന് പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ഇവിടെ വരിക കേട്ടോ. ആ ഒരു മീനിങ് അവിടെ കൊടുത്തതുകൊണ്ട് അതിന്റെ മീനിങ് തന്നെ മാറിപ്പോകും. അപ്പൊ അത് തെറ്റാണ് കേട്ടോ. BURST അഥവാ പൊട്ടിത്തെറി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് കുട്ടികള്, ഇത് ഓരോ കാര്യങ്ങളും കുട്ടികള് മരിയ മോണ്ടിസോറിയിൽ നിന്ന് പഠിച്ചെടുക്കുന്നതിലൂടെ കുട്ടികൾ എഴുതാനായിട്ട് വെപ്രാളം കൊള്ളുവാണ്, തിടുക്കം കൂടി നിൽക്കുകയാണ്. ഓക്കെ, പൊട്ടിത്തെറിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഒരു മീനിങ് കേട്ടോ. സ്ക്രോള് ചെയ്യാൻ നേരത്തൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സ്ക്രോൾ ചെയ്യാൻ പറ്റുമോ? ആ, മാം കുറച്ചൊന്ന് താഴത്തോട്ടാക്കുക, ഇടയിലുള്ളത് വായിച്ചില്ലായിരുന്നു. ഇതാണോ അല്ലെങ്കിൽ മുകളിലോട്ട് എങ്ങനെയാ? ഇത് വായിച്ചോ? നാച്ചുറൽ വേ ഓഫ് റീഡിങ് അത് കഴിഞ്ഞായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ മുകളിലാണോ പറയുന്നേ? അതിന്റെ മുകളിലുള്ളത്. ആ ആ, ഓക്കെ. ഇതാണോ? അതെ, കുറച്ചുകൂടെ ഒന്നത്. മതിയോ? ഓക്കെ. ഓക്കെ.
സ്ക്രോൾ ചെയ്തോട്ടെ ഭാവന, കഴിഞ്ഞോ വായിച്ച്? സ്ക്രോൾ ചെയ്തോ മാം. എൻകറേജ്മെന്റ് ഓഫ് ലാംഗ്വേജ് ഇൻ മോണ്ടിസോറി ക്ലാസ് റൂം, അത് വായിക്കണ്ട കേട്ടോ. മീനിങ് ഓഫ് ദ ടെക്സ്റ്റ് വരെ വായിക്കുക. ജ്യോതിക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ മോളെ? എന്താണ് റീഡിങ് നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാ, സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ ടീച്ചർ മരിയ മോണ്ടിസോറി ഒരു ദിവസം ബ്ലാക്ക് ബോർഡിൽ അവർക്ക് ഇപ്പോ എങ്ങനെ എഴുതാന്ന് പഠിച്ചു. അത് എഴുതിയത് അവർക്ക് വായിക്കാൻ അറിയുന്നുണ്ട്, അവർ എഴുതിയത് വേർഡ്സ്. അപ്പോ റീഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിൽ ബ്ലാക്ക് ബോർഡിന്റെ മുകളിൽ ഒരു സെന്റൻസ് എഴുതി, ഇഫ് യു ലവ് മീ ഗിവ് മീ എ കിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ടീച്ചർ ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്തു നോക്കിയതാണ്, ആർക്കൊക്കെ അത് വായിക്കാൻ പറ്റും നോക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പോ കുട്ടികൾ പക്ഷെ അത് വിചാരിച്ചു ടീച്ചറിനൊരു എന്തോ ഒരു ജോയ് പോലെ അങ്ങനെ എഴുതിയതായിരിക്കാം എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു ചിന്തയിൽ അങ്ങനെയാണ് വിചാരിച്ചത്. ടീച്ചർ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ എഴുതിയതാണ് എന്ന്. അപ്പൊ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, കുട്ടികളൊന്നും പറയുന്നില്ല. പിന്നെ ഒരു ദിവസം ഒരു കുട്ടി വന്നിട്ട് ടീച്ചറിന്റെ കവിളത്ത് ഒരു ഉമ്മ വെച്ചു, കിസ് കൊടുത്തു. അപ്പോ ടീച്ചർ പറഞ്ഞു, അപ്പൊ ഞാൻ എഴുതിയത് ഇതായിരുന്നു, ദിവസം ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ആ കുട്ടി അത് വായിച്ചു, അതെന്താ എഴുതിയത് വായിച്ചു. അപ്പോ ടീച്ചർ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ഒന്നും പറയാതെ തന്നെ കുട്ടികൾ അത് ചെയ്തു, ആക്ഷനായിട്ട് കാണിച്ചു തന്നു. അപ്പോ ഹ്യൂമന്റെ ഒരു ടെൻഡൻസി, ഒരു നേച്ചറാണ്, ഒരു അക്ഷരം പോലും നമ്മൾ അങ്ങോട്ട് പറയാതെ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോ അങ്ങനെ ആ കുട്ടി നമ്മൾ എഴുതിയത് എന്താ വെച്ചാല് കുട്ടികൾ അങ്ങനെ വായിക്കാൻ തുടങ്ങി. അപ്പൊ കുട്ടികൾ എല്ലാവരും മറ്റേ കുട്ടികളും കൂടി അത് മനസ്സിലാക്കാൻ തുടങ്ങി എഴുതിയത് എന്താന്ന്. ദേ സ്റ്റാർട്ടഡ് റീഡിങ് ദ സെന്റൻസ്. അങ്ങനെ ടീച്ചർ ഓരോ ദിവസം ഓരോ കമ്പൈൻഡ് വേർഡ്സ് ഇങ്ങനെ എഴുതി അവർക്ക് സെന്റൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് വായിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോ സെന്റൻസ് ഇങ്ങനെ കൊടുക്കും. കുട്ടികൾ അത് വായിച്ച് എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ അവരത് ചെയ്യണം, ആ സെന്റൻസ് അവർ വായിച്ചിട്ട് നോട്ട് സേയിങ് ബട്ട് ഡൂയിങ് ഇറ്റ്. ഇപ്പൊ നേരത്തെ ടീച്ചർ പറയാതെ തന്നെ ആ കുട്ടി അത് ചെയ്തു. അപ്പൊ അതുപോലെ മറ്റു കുട്ടികളും അത് മനസ്സിലാക്കി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരത് വായിച്ചു, അത് ലേറ്റസ്റ്റ് സ്റ്റേജിൽ അവരത് വായിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ആക്ഷൻ ചെയ്തു, അത് കഴിഞ്ഞ് വായിക്കാൻ തുടങ്ങി. അതാണ് അതിന്റെ ആ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോ ജ്യോതി പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. ഓരോ കുട്ടികളും എന്താണ് വളരെ, അത് നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതായത് ഓരോ കുട്ടികൾക്കും ഈ ഒരു മെത്തേഡ്, അതായത് ഈ മരിയ മോണ്ടിസോറി ചെയ്യുന്ന ആ ഒരു മെത്തേഡിലൂടെ കുട്ടികൾ എന്ത് ചെയ്യാണ്,
പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങൾ എഴുതാനും അത് പഠിക്കാനും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു ത്വര വരുമ്പോൾ ഒരു പൊട്ടിത്തെറിക്കാൻ ഉണ്ടാവുക. അതാണ് കേട്ടോ അവിടെ ആ മീനിങ് എന്നതുകൊണ്ട്, ബർസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓരോ കുട്ടികൾക്ക് എന്തുണ്ട്, അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വേർഡ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു പാരാഗ്രാഫ് ഇത് വരുന്നത് എൻകറേജ്മെന്റ് ഓഫ് ലാംഗ്വേജ് ഇൻ ദ മോണ്ടിസോറി ക്ലാസ് റൂം. ഇത് ഞാൻ ഇവിടെ വെച്ച് വായിപ്പിക്കില്ല, ഇത് ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാം. ഓക്കെ, ഇത് വായിച്ചിട്ട് ഇത് നിങ്ങൾ റീഡ് ചെയ്യുക, വീട്ടിലിരുന്ന് റീഡ് ചെയ്യുക. ദെൻ ഒരു 10 സെന്റൻസ് കേട്ടോ, ഇതിനെക്കുറിച്ച് ഒരു 10 സെന്റൻസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. 10 സെന്റൻസിൽ ഒതുങ്ങണം. പറഞ്ഞ മനസ്സിലായോ? എന്ന് വെച്ചാൽ സമ്മറി എഴുതല്ലേ? യെസ് മാം. ആ ഓക്കെ ഓക്കെ, 10 എണ്ണം, 10 കൂടുതൽ വേണ്ട കേട്ടോ. 10 മതി, 10 സെന്റൻസസ് മതി. സമ്മറി പോലെ ഒരു എന്താണ് മനസ്സിലായ കാര്യങ്ങൾ എന്ന് ചുരുക്കി പറയാണ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് വരുന്നുണ്ട്, ഏകദേശം കണ്ടന്റ് ഒക്കെ അത് തന്നെയാണ്. എന്നാലും ഇതിനെക്കുറിച്ച് എന്താണ് മനസ്സിലായെന്നുള്ള കാര്യം ജസ്റ്റ് ഒരു സമ്മറി പോലെ എഴുതുക. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മതി കേട്ടോ. ഓക്കെ, ഇതിനകത്ത് കുറെ നീട്ടിപ്പരത്തിയാണ് കൊടുത്തിരിക്കുന്നത്, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ ഇതിനകത്ത് മനസ്സിലായത് അത് എഴുതാം. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യില്ലേ, അപ്പൊ ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അതുവരെ സമയം തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ മാം. എല്ലാവരും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനത് മാറ്റിയിടുകയാണ് കേട്ടോ. അത് നിങ്ങള് ചെയ്യാ, എന്താണ് അതിനകത്ത് പറഞ്ഞ് ഞാൻ ഇവിടെ നോക്കിക്കോളാം എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് കേട്ടോ. കുറേ ഉണ്ട് അതിനകത്ത്, അത്രയൊന്നും ആവശ്യമില്ല, കുറേ അധികം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായ കാര്യം അത് വളരെ ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തത് പോവാനുള്ളത് 4 ലെവൽസ് ഓഫ് ലാംഗ്വേജ് മെറ്റീരിയൽസിലേക്കാണ് കേട്ടോ. 4 ലെവലുകൾ ഉണ്ട് ലാംഗ്വേജ് മെറ്റീരിയൽസിന്, 4 ലെവൽസ് ഉണ്ട്. ഇതിനകത്തൊന്ന് ഓറൽ അല്ലെങ്കിൽ ഓഡിബിൾ എന്നാണ് പറയാ. ജസ്റ്റ് ഒന്ന് വായിക്കുക, മനസ്സിലാവും കേട്ടോ. സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഇവിടെ പറയുന്നത്.
ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് കുട്ടികളെ നമ്മള് എന്താണ് വാക്കുകളും അതുപോലെ തന്നെ വേർഡ്സും അതുപോലെ ലെറ്റേഴ്സും സൗണ്ട്സ് ഒക്കെ എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പഠിപ്പിക്കുന്നത് ഓഡബിൾ, അതായത് കുട്ടി ഓരോ കാര്യങ്ങൾ കേട്ടിട്ടാണ് എന്ത് ചെയ്യുക, കുട്ടി സാധാരണ വാക്യങ്ങളും അല്ലെങ്കിൽ വേർഡ്സും ലെറ്റേഴ്സും സൗണ്ട്സ് ഒക്കെ പഠിക്കുക അല്ലെ. അപ്പോ ഇവിടെ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടിയുടെ കേട്ടുള്ള പഠനത്തിനാണ്, ലേണിങ്ങിനാണ്. ഇവിടെ എന്താ പറയാ, സൗണ്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ലെറ്ററും വേർഡും ഒന്നും അല്ല, സൗണ്ട് കേട്ടിട്ട് കുട്ടി പഠിക്കുക എന്നുള്ള രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. ഓക്കെ, സൗണ്ട് കേട്ടിട്ട് എങ്ങനെയാ പഠിക്കുന്നത്, ഓരോ കാര്യങ്ങൾ ടീച്ചർ പറയുന്നത് അല്ലെ, സൗണ്ട്സിനാണ് കൂടുതൽ അവിടെ എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓരോ സൗണ്ട്സും എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചറിന്റെ വായിൽ നിന്ന് വരുന്നുണ്ട്. അത് വെച്ചിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു, വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സ് കഥ പറയും, അതുപോലെ തന്നെ പല കാര്യങ്ങൾ കാണിക്കും അല്ലെ. അതായത് അവരിങ്ങനെ വാദവരത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് കഥയാകാം, അല്ലെങ്കിൽ റൈംസ് ആകാം, അല്ലെങ്കിൽ വേറെ എന്താണോ ടീച്ചറുടെ വായിൽ നിന്ന് വരുന്നത് ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സൗണ്ട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഗെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ സ്പൈ എന്നാണ് ആ ഗെയിമിന്റെ പേര് കേട്ടോ. I spy with my little eye something that begins with the B. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അപ്പോ ബ എന്ന് പറയുന്ന ഒരു സൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സൗണ്ടിന് എന്ത് ചെയ്യുന്നു, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഈ ഒരു ഗെയിം കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് കാണിക്കും, അല്ലെങ്കിൽ ഒരു പിക്ചർ കാണിക്കും. ഓക്കെ, പിക്ചർ കാണിച്ചിട്ട് എന്ത് തുടങ്ങും ടീച്ചർ, എന്ത് പറയാനായിട്ട് തുടങ്ങും, I spy with my little eye something that begins with the B. Balloon അങ്ങനെ പറയും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കാറ്റിന്റെ പിക്ചർ കൊടുക്കുകയാണ്. എന്നിട്ട് ടീച്ചർ പറയാണ്, കുട്ടിയോട് പറയാണ് ഇത് പറയാണ്, അല്ലെങ്കിൽ ഈ വേർഡിന്റെ ഉച്ചാരണം അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ ഒന്ന് പറയാനായിട്ട് പറയാണ്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ കുട്ടി എന്താ പറയാ, അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് എങ്ങനെയുള്ള രീതിയിൽ ടീച്ചർ പറയിപ്പിക്കാം. ഡയറക്റ്റ് ആയിട്ട് ആ വേർഡ് പറയാനല്ല കുട്ടിയോട് പറയുന്നേ, ഇങ്ങനെയാ പറയാ, I spy with my little eye something that begins with catch. അങ്ങനെയാ പറയാ. ഇതുപോലെ തന്നെ, അതായത് പല സൗണ്ട്സുകൾ ഉപയോഗിച്ചിട്ട് കുട്ടിക്ക് ആ ഒരു ഒബ്ജക്റ്റ് എന്താണെന്ന് ഉച്ചരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഐ സ്പൈ ഗെയിം എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ ജ്യോതി? ആ, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യാ, അതൊന്ന് ആ വേർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിലൊന്ന് കുറിച്ച് വെച്ചേ. എന്നിട്ട് ഒരു സൗണ്ട് എഴുതുക, എന്നിട്ട് അതിൽ തുടങ്ങുന്ന വേർഡ് ഒന്ന് പറഞ്ഞേ. ഇതുപോലെ തന്നെ പെട്ടെന്ന് എഴുതുക കേട്ടോ. ഒരു 3 മിനിറ്റ് തരാം. അതിനുള്ളില് എന്താ, എങ്ങനെ മനസ്സിലായില്ല? മൊബീനയ്ക്ക് മനസ്സിലായില്ലേ? അതായത് ഇവിടെ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഐ സ്പൈ, അതായത് ഒരു ടീച്ചർ ഒരു പിക്ചർ കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കാണിക്കും, എന്നിട്ട് ആ വേർഡ് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, അപ്പൊ അവിടെ സൗണ്ടിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ലെറ്ററിനല്ല. ഇവിടെ ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്, ബ എന്നാണ് അതിന്റെ ഉച്ചാരണം വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ബലൂൺ എന്ന് പറയാം. അതുപോലെ കാറ്റിന്റെ ഒരു പിക്ചർ കാണിച്ചിട്ടാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പൊ കാറ്റ് എന്നാണല്ലോ വരിക. അപ്പൊ കുട്ടിയെ എന്താ പറയിപ്പിക്കുക, കാറ്റ് അങ്ങനെയാ പറയിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഒബ്ജക്റ്റിനെയും എന്ത് ചെയ്യാം, അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ മാം. ഓ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് പറയും മുബീന, ഒന്ന് പറഞ്ഞു മോള്. ഓ വെച്ചിട്ടാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ പേര് പറഞ്ഞ് ഈ ഇത് വെച്ചിട്ട്. ഓ എന്നല്ലേ പറയാ, ഓക്സ്, ഓൾ, ഓൾ, ഓ, 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 ഔ എന്നല്ലേ? ആ അതെ അതെ അതെ, എങ്ങനെയാ പറയാ? ആലോചിക്കുക കേട്ടോ. ഒരു സൗണ്ട് എടുക്കുക, എന്നിട്ട് അത് വെച്ചിട്ടുള്ള ഒരു വേർഡ് തുടങ്ങുക, എന്നിട്ട് ഈ ഒരു കാരണം, ഈ ഐ സ്പൈ ഗെയിമിന്റെ
പ്രധാനപ്പെട്ട ഒരു വേർഡാണ് ഈ ഐ സ്പൈ വിത്ത് മൈ ലിറ്റിൽ ഐ സംതിങ് ദാറ്റ് ബിഗിൻസ് വിത്ത്. അത് തുടങ്ങിയിട്ടാണ് നമ്മള് കുട്ടികളെ ശരിക്കും അങ്ങനത്തെ സൗണ്ട് വരിക. ബന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് ലാസ്റ്റിലാവുമ്പോഴല്ലേ ശരിക്കായിട്ട് വരിക. ബീന്ന് ലാസ്റ്റിൽ വരുമ്പോ ബന്ന് വരില്ലേ? അങ്ങനെ ബൾബ് തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അത് നോക്കുക കേട്ടോ. സൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇപ്പൊ ഗറില്ല അങ്ങനെ വരാം, അങ്ങനെ ഇടാം. പിന്നെ എലഫന്റിന്റെ എങ്ങനെയാ പറയാ? എലഫന്റ്. അപ്പൊ ഓരോരോ വേർഡുകൾ അങ്ങനെ നോക്കുക. അപ്പൊ നമുക്ക് നോക്കാം എത്ര പേര് എഴുതുന്നുണ്ട്, മനസ്സിലായോ എന്ന് പറയാനായിട്ട് സാധിക്കും. കഴിഞ്ഞെങ്കിൽ പറയാട്ടോ. മാം പക്ഷെ ഇവിടെ ഓബ്ജക്റ്റ് കാണിക്കണ്ടേ കുട്ടിക്ക്? ഒബ്ജക്റ്റ് കാണിക്കുക. ഒബ്ജക്റ്റ് കാണിച്ചിട്ടാണ് പറയേണ്ടത്. അത് കുട്ടിക്ക് കാണിച്ചു കൊടുക്കും. നമുക്ക് വേർഡ്സ് ഉണ്ടാക്കാം. ഇപ്പൊ എത്രയധികം വേർഡ്സുകൾ ഉണ്ട്. നമ്മൾ കുട്ടികളെ നേഴ്സറി കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ, കുറെ അധികം ഒബ്ജക്റ്റ് കാണിച്ച് പഠിപ്പിക്കുന്നില്ലേ? ഒരു സൗണ്ട് നിങ്ങൾ എഴുതിയാൽ മതി. ആ സൗണ്ട് വെച്ചിട്ട് ഒരു വേർഡും എഴുതിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ആ സൗണ്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം.
യെസ് മാം കഴിഞ്ഞു. വായിച്ചോളൂ ജ്യോതി. I spy with my little eye something that begins with k. 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 അത് ഞാൻ പറയണോ അത് വേർഡ്? വേർഡ് പറയണം. Cow. I spy with my little eye something that begins with l. 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 Lion. I spy with my little eye something that begins with that's moon. I spy with my little eye something that begins with snake. അത്രേ എഴുതി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കുറച്ച് പാടാണ് നമ്മൾക്കിത്. ഞാൻ ഈ ഫോണറ്റിക്സിന്റെ ഭാഗം വരുമ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് മിക്കവാറും പഠിപ്പിക്കുക. കുറെ കാര്യങ്ങൾ ഉണ്ട് അത് ഫോണറ്റിക്സുമായിട്ട്, അതുമായിട്ട് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും പഠിപ്പിക്കുക. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പൊ നമുക്ക് കുറെ അധികം വേർഡുകൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും ആ ഏരിയയിലേക്ക് വരുമ്പോൾ. ഇതിന്റെ താഴെയായിട്ടാണ് അത് വരുന്നത് കേട്ടോ. കുറച്ചും കൂടി നമ്മൾ പോകാനുണ്ട്, എന്നാലേ അത് വരുള്ളൂ കേട്ടോ. ഓക്കെ, ജ്യോതി എനിക്ക് തോന്നുന്നു പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇല്ല മാം, അത് ചെറുപ്പം മുതലേ ഇംഗ്ലീഷ് മീഡിയം ആവോണ്ടായിരിക്കാം അത് ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ജ്യോതി ഒരു കാര്യം ചെയ്യൂ, ഒന്ന് മറ്റുള്ളവർക്ക് എല്ലാരും അറിയണം എന്നില്ല. നമ്മള് എന്താ പറയാ, ആൽഫബറ്റ്സിൽ അത് തുടങ്ങുന്ന ഏത് സൗണ്ട് ആയിക്കോട്ടെ അത് വെച്ചിട്ടൊരു വേർഡുകൾ കൊണ്ടുവരാമോ? പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാമോ അടുത്ത ക്ലാസ്സിൽ? ഫോണറ്റിക്സ് ആണോ മാം? ഫോണറ്റിക്സ്, അതെ. ഇപ്പൊ വേർഡ്സ് പറഞ്ഞില്ലേ, മോള് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കറക്റ്റ് അവർക്ക് എന്താണ് ആ ഒരു പ്രൊനൗൺസിയേഷൻ വരുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഏരിയയിലേക്ക് പോകുമ്പോ കുറച്ചും കൂടി അത് ഫെമിലിയർ ആവും, എന്താണെന്ന് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഇനി ആരാണ് ചെയ്തിട്ടുള്ളത്? ഭാവന ചെയ്തിട്ടുണ്ടോ? Yes, ma'am. I spy with my little eye something that begins with a parrot. I spy with my little eye something that begins with a tomato. I spy with my little eye something that begins with a house. കഴിഞ്ഞോ? Yes, ma'am. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാണ്? മുബീന. Okay, ma'am. I spy with my little eye something that begins with school. I spy with my little eye something that begins with plate. I spy with my little eye something that begins with blue. I spy with my little eye something that begins with green. I spy with my little eye something that begins with flag. ഓക്കെ ഓക്കെ, then ആൻസൽ ചെയ്തിട്ടുണ്ടോ? നിസ്സി ചെയ്തിട്ടുണ്ടോ? Yes, ma'am. പറഞ്ഞോ. I spy with my little eye something that begins goat. I spy with my little eye something that begins with the cat. I spy with my little eye something that begins apple. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ജ്യോതി ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് റെഡി ആക്കിയിട്ട് വരിക കേട്ടോ. ഓക്കെ, എല്ലാം വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമ്മള് ക്രിസ്മസിന് ശേഷമേ കാണുള്ളൂ. അപ്പോ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നാളെ തൊട്ട് അവധിയാണോ? എന്തോ? നാളെ
നിങ്ങൾ അറിയിക്കും കേട്ടോ, അറിയിക്കും. ഞാനൊരു ഏകദേശ ധാരണ പറഞ്ഞതാ. നെക്സ്റ്റ് വീക്കിൽ ഇനി വരിക. ഇനി പി ജിക്കാർക്ക് നിങ്ങള് പി ജിക്കാർക്ക് ക്ലാസ് തുടങ്ങുകയല്ലേ, അപ്പൊ നമുക്ക് ടൈം ടേബിളിലൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാകാം. ഓക്കെ, നിങ്ങള് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പി ജിയുടെ ക്ലാസ് തുടങ്ങുന്നത് പറഞ്ഞിട്ടില്ല എപ്പോഴാണ്. അത് കറക്റ്റ് മെയിൽ വന്നിരുന്നു ഇങ്ങനെ, പിന്നെ അത് പോസ്റ്റ്പോൺ ചെയ്തു പറഞ്ഞു. അത് ഡേറ്റ് ഇനിയും പറഞ്ഞിട്ടില്ല. ഡേറ്റ് പറയോ കേട്ടോ. ഓക്കെ, ഞാനത് പറഞ്ഞതാണ്. ചിലപ്പോ നമ്മൾ അതിനു മുമ്പ് കാണും, എന്നാലും ഞാൻ വിഷ് ചെയ്തതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. Thank you.